ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഓഫീസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് എൻ്റെ മേക്കപ്പും ബാക്കി പരിപാടികളൊക്കെ എന്ന് നമുക്ക് വഴിയെ കാണാം. വരെ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസിൽ ഇപ്പോൾ ഒരു മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളത്. അതായത് ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്, വർഷങ്ങളോളം യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് വിടുക. ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ തന്നെ അടുത്ത നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു, പക്ഷെ അത് കാരണം ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഫേസ് ഫുള്ളും വൈറ്റ് കളർ സ്പോട്ടൊക്കെ വന്ന് അതിനുശേഷം ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പം ഓക്കെയാണ്, എനിക്ക് അങ്ങനെ വൈറ്റ് കളർ സ്പോട്ടോ അങ്ങനെയൊന്നും ഫേസിൽ വരാറില്ല. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യും. ബട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ് പ്ലമ്മിൻ്റെതാണ്. പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, അത് കഴിഞ്ഞ് ഉടനെ തന്നെ ക്ലോസ് ചെയ്യണം. കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യണം. ഒന്ന് സർക്കുലർ മോഷനിൽ ഇതൊന്ന്. അപ്പോൾ നമ്മളെ മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെയർ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, ഹെയർ നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്, UV എഡ്ജിൻ്റെ സൺസ്ക്രീൻ ആണ്. എനിക്കിത് ബെറ്റർ ആണ്. എനിക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയാണ്, അല്ലാതെ വീഡിയോസ് ഒന്നും കണ്ടിട്ട് ഞാൻ മേടിച്ച ഒരു പ്രോഡക്റ്റ് അല്ല. ഇത് എന്തുകൊണ്ട് എനിക്ക് ബെറ്റർ ആയിട്ടുണ്ട്. പോവാൻ സമയമായിട്ടുണ്ട്, ജോലിക്ക് പോവാൻ ടൈമായി. അപ്പം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കാരണം അവിടെ പാച്ചസ് ഒന്നും പാടില്ല. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. മെബിലിൻ ഫിറ്റ്മിയുടെ 222 എന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് അതാണ്. നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഷോപ്പിൽ പോയി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തോ ഇട്ട് നോക്കി ഓക്കെ അതിന് ശേഷം മാത്രമേ മേടിക്കാവൂ. ഞാൻ അധികം പൗഡറൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ മാത്രമാണ്. എനിക്കിതിൽ നോക്കിയിട്ട് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല, ഞാൻ ഇതൊന്ന് മിററിൽ കൂടെ നോക്കിയിട്ട് വരാം.
ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. സിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പൗഡർ, അതിൽ ഐലിനർ കൂടെ ഉണ്ട്. അത് ജെൽ കാജലാണ്, ബട്ട് അത് ഞാൻ യൂസ് ചെയ്യാറില്ല. അതായത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ഐബ്രോ ജസ്റ്റ് ചെറുതായിട്ട് ഫില്ല് ചെയ്യുക. See the difference ഉണ്ടോ? വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഐബ്രോയിൽ ചെറിയ ഹെയർസ് ഒന്നും കാണത്തില്ലല്ലോ, അത് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന അത്ര തന്നെ. ജസ്റ്റ് നമ്മൾ വിരലുകൊണ്ട് ഓക്കെ. അപ്പൊ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സാധനം എടുത്തിട്ട് വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യാനല്ലേ, നെക്സ്റ്റ് നമുക്ക് വേറെ ഒന്നുമില്ല, ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ തന്നെയാണ് ലിപ് ബാം. മുൻപ് ഞാൻ കണ്ടതും വെളിയും, അതായത് 20 രൂപയ്ക്ക് കിട്ടുന്നതും അങ്ങനത്തെ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ അതിലെല്ലാത്തിനും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിന്റെ പുറത്തൂടെ ഒരു മാഴ്സിന്റെ മാറ്റ് ഫിനിഷ് ആണ്. ജസ്റ്റ് ചെറുതായിട്ട് ഇതിന് പുറത്തുകൂടി ലിപ് ബാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സെയിം ലിപ് ബാം തന്നെയാണ്, ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫേസിലുള്ള മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഹെയറിലോട്ട് പോകാം. ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യാം. നമുക്ക് ഈ ഹെയർ ഒക്കെ കുരുക്ക് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും താഴെ അറ്റത്തു നിന്നാണ് കോംബ്. എനിക്ക് അങ്ങനെ അധികം കുരുക്ക് വരാറില്ല. അപ്പൊ ബൈക്കിലൊക്കെ പോവാന്നുണ്ടെങ്കിൽ മാത്രമേ കുരുക്ക് വരാറുള്ളൂ. അപ്പോൾ ഓഫീസിൽ പോകുന്നതുണ്ട്, വേറെ ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കോംബ് ചെയ്ത് പോണി ടെയിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഹെയർ ബാൻഡ് എടുക്കുന്നു. എൻ്റെ കുട്ടി ഹെയർസ് അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗെറ്റ് റെഡി വിത്ത് മീ ഓഫീസ്. എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് എൻ്റെ സ്കിൻ കെയറും മേക്കപ്പും എൻ്റെ ബാഗ് പാക്കിങ്ങും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ.